അം ഹസിബല്ലദീന ഇജ്തറഹുസ്സയ്യിആത്ത്, തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സവാഅം മഹ്യാഹും വമമാതുഹും. നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വിശ്വസിച്ചവര്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, സവാഉം മഹ്യാഹും വമമാതുഹും, ഇങ്ങനെ നന്മയുടെ കൂടെ നിന്ന ആളുകളും തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളും അവരുടെ ജീവിതം ഒരുപോലെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? വമമാതുഹും, അവരുടെ മരണവും ഒരിക്കലും ഒരുപോലെയല്ല. അവരുടെ മനസ്സിന്റെ ആരോഗ്യം വ്യത്യസ്തമാണ്, അവരുടെ ആഖിറം വ്യത്യസ്തമാണ്, അവരുടെ ആഖിബത്ത് വ്യത്യസ്തമാണ്. ഒരിക്കലും ഒരുപോലെയാവില്ല. എന്തേ? അല്ലാഹു അതിനെ പിടികൂടും. അം ഹസിബല്ലദീന ഇജ്തറഹുസ്സയ്യിആത്ത്, തിന്മകളെ, ഇജ്തറഹ എന്ന വാക്കിൽ ഒരു വലിയ രഹസ്യം കിടക്കുന്നുണ്ട്. അമിലുസ്സയ്യിആത്ത് എന്നല്ല പറയാം, ഇജ്തറഹ എന്ന് പറഞ്ഞാൽ, ഇജ്തറഹ എന്ന വാക്കിൽ ഒരു തകല്ലുഫ്, ഒരു പ്രയാസമുണ്ട്. ആ വസൻ എങ്ങനെയാണ്? ജറഹ എന്ന വാക്കാണ് ഇജ്തറഹ എന്നാവുന്നത്. ഇജ്തറഹ എന്ന് പറഞ്ഞു നോക്കി. ഫഅല എന്നതിന് ഇഫ്തഅല എന്ന് പറഞ്ഞു നോക്കൂ. ഇഫ്തഅല, ഫഅല, ഇഫ്തഅല, ജറഹ, ഇജ്തറഹ. പറയാൻ സുഖമുണ്ടോ? ചെറിയ പ്രയാസമുണ്ട് അല്ലേ? ഇജ്തറഹ, ഇത് ബുദ്ധിമുട്ടാണ്. അത് തിന്മ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറയണത്. നന്മ ചെയ്യാൻ എളുപ്പമാണ്. ആരും പേടിക്കേണ്ട കാര്യമില്ല നന്മ ചെയ്യാൻ. നിസ്കരിക്കുക, ആരെയും പേടിച്ചിട്ട് നിസ്കരിക്കുക. എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടി വരും. ആരെങ്കിലും അറിയോ, കാണോ, ഫളീഹത്താവോ, നാണം കെടോ, വെളിച്ചത്താവോ, ഇതൊക്കെ പേടിച്ചിട്ടാ തിന്മ ചെയ്യുക. അതുകൊണ്ട് തിന്മ ചെയ്യൽ തന്നെ ഒരു പ്രയാസമാണെന്നല്ല. എന്തിനാ അതിന് നിൽക്കുന്നത്? നന്മ ചെയ്ത് ജീവിച്ചാൽ പോരെ, മനസ്സിന് സമാധാനത്തിൽ ജീവിച്ചൂടെ? തിന്മ ചെയ്യുന്നത് തന്നെ ഭാരമാണ്. അതുകൊണ്ടാണ് അം ഹസിബല്ലദീന ഇജ്തറഹുസ്സയ്യിആത്ത്, അല്ലാഹു ഇജ്തറഹ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്നാണ്. അതൊരു തകല്ലുഫ്, ഒരു പ്രയാസമാണ്. തിന്മ ചെയ്യുന്നതൊരു പ്രയാസമാണ്, നന്മ അങ്ങനെയല്ല. അതുകൊണ്ട് തിന്മ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അന്നജഅലഹും കല്ലദീന ആമനു, അവരെ നാം വിശ്വസിച്ച ആളുകളെ പോലെയാണ് അവരോട് പെരുമാറുകയെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? നിസ്കരിക്കാത്ത ആൾക്കാര്, അവരും നിസ്കരിക്കുന്നവർ ഒരുപോലെയാണോ? വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവര്, സവാഅം മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ് എന്നവര് വിചാരിക്കുന്നുണ്ടോ? സാഅ മാ യഹ്കുമൂൻ, അവർ വിധി പറയുന്നത് എത്ര മോശമാണ്. ഒരിക്കലും ഒരുപോലെയല്ല. രണ്ട് മക്കളുണ്ടോ എന്ന് സങ്കല്പിക്കുക. ഒരു മോൻ ഉമ്മയെ വാപ്പയെ വല്ലാതെ, വാപ്പമാർ മുമ്പിലിരിക്കുന്നു, ഉമ്മമാർ മേലെ ഇരിക്കുന്നുണ്ട് ഒക്കെ. നിങ്ങൾ പ്രായം ചെന്നൊരു ഉപ്പയാണ്. നിങ്ങളുടെ മക്കളിൽ ഒരാൾ നിങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ആളാണ്, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്നറിയാം. വേറെ ഒരാൾ സ്നേഹം നടിക്കുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ വാപ്പാൻ്റെ നിന്ന് കിട്ടാൻ വേണ്ടി വരുന്ന ആളാണ് എന്ന് വാപ്പയായി നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മോശം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളെ അവമതിക്കുന്ന ആളാണ്, നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ആളാണ്. പക്ഷെ എപ്പോഴെങ്കിലും കാണാൻ വരുന്നതിനേക്കാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മകൻ വീട്ടിലേക്ക് വരുമ്പോഴേ ചോദിക്കും, മോൻ എപ്പോഴേ വന്നത്, ഭക്ഷണം കഴിച്ചോ, എന്താ കുട്ടികളെ വിവരം, എന്താ ഭാര്യൻ്റെ വിവരം, മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ, മദ്രസ പോകുന്നുണ്ടോ, അവർക്ക് സുഖം തന്നെ അല്ലേ, ഒരുപാട് വിവരം ചോദിക്കും അല്ലേ? നേരെ മറിച്ച് മറ്റേ മോനാ വരുന്നതെങ്കിലോ ആ മുഖത്തൊരു വിഷമം, അധികം ചോദ്യമൊന്നും ഉണ്ടാവില്ല. എന്തേ വെള്ളം കുടിച്ചോ, അത്ര തന്നെ, വേറൊന്നും ചോദ്യമില്ല. എന്തേ? രണ്ടുപേരുടെയും മനസ്സ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രണ്ടുപേരോടുമുള്ള പെരുമാറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ നമുക്ക് അത്ര അങ്ങ് ചുരുക്കാൻ പറ്റുന്ന സംഗതി അല്ല അത്. അള്ളാഹു അതാ പറയുന്നത്, നിങ്ങളുടെ മക്കളിൽ നന്മ ചെയ്യുന്ന ആളുകളോടുള്ള പെരുമാറ്റമല്ലല്ലോ നിങ്ങളുടെ മക്കളിൽ അനുസരണക്കേട് ചെയ്യുന്ന മക്കളോട് ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ല സജ്ജനങ്ങളായ മനുഷ്യർ, അവരെ പോലെയാണോ അള്ളാഹു ഇവരെ ആക്കുന്നത്? അല്ല. തിന്മ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് പെടക്കുകയാണ്, ഒരു വൈവറിങ് വരും, മനസ്സിൽ പെടയിൽ വരുമെന്നാണ്. മനസ്സിൽ ടെൻഷൻ വരും, മനസ്സിൽ അസ്വസ്ഥത വരും തിന്മ ചെയ്യുമ്പോൾ. നന്മ ചെയ്യുന്ന ആൾക്ക് എന്തിനു പേടിക്കണം? കൂളായിട്ട് ജീവിക്കാൻ പറ്റും.